ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ദഹി ചെന്ന ചാറ്റിൻ്റെ റെസിപ്പിയാണ്. സൂപ്പർ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ്റെ ഓള് മറക്കാതെ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് വേഗം ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് വേണ്ടത് വെള്ളക്കടലയാണ്. 250 ഗ്രാം അളവിലാണ് കേട്ടോ ഈ വെള്ളക്കടല ഉള്ളത്. തലേ ദിവസമേ ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരു അല്പം ഉപ്പും വെള്ളവും ചേർത്ത് 2 വിസിൽ വരുന്നവരെയും കുക്കറിലൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നല്ലതുപോലെ ഈ ഒരു രീതിക്ക് സോഫ്റ്റ് ആയിട്ടൊന്ന് വെന്ത് കിട്ടണം നമ്മുടെ കടല. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് സവാള ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതാണ്. അത്യാവശ്യം വലിയ സവാളയിൽ 1 എടുത്തിട്ടുണ്ട്. തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ 2 എടുക്കാം. ഇതുപോലെ പൊടിപൊടിയായിട്ടൊന്ന് അരിഞ്ഞ് ചേർക്കാം. കൂടെ തന്നെ അത്യാവശ്യം വലിയ തക്കാളിയിൽ 1 തക്കാളി എടുത്തിട്ടുണ്ട്. ആ തക്കാളിയുടെ ഉള്ളിലുള്ള ആ ഒരു സീഡൊക്കെ ഒന്ന് മാറ്റിയിട്ടുള്ളതാണിത്. കൂടെ പിന്നെ വേണ്ടത് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങും കൂടിയാണ്. അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങിൽ 1 എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. കൂടെ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില, ഒരു പച്ചമുളകിൻ്റെ പകുതി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടി. കൂടെ പിന്നെ വേണ്ടത് ചാറ്റ് മസാലയാണ്. 1/2 ടീസ്പൂൺ അളവിൽ ചേർക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, 1/4 ടീസ്പൂൺ അളവിൽ ബ്ലാക്ക് സോൾട്ടും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കാം. കടല വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുള്ളതാണ്, അതിൻ്റെ പേരിൽ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇതുപോലെ എല്ലാം നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ഇംലി ചട്നിയാണ്, ടാമറിൻ ചട്നി. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ ഒരു ചട്നി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആദ്യം ചേർക്കേണ്ടത് പുളിവെള്ളമാണ്. നല്ല കട്ടിയായിട്ടുള്ള പുളിവെള്ളം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു നാരങ്ങ എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പോളം വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ഇത്രയും കട്ടിക്ക് വേണം കേട്ടോ നമ്മുടെ പുളിവെള്ളം വേണ്ടത്. കൂടെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ശർക്കര പൊടിച്ചതാണ്. 2 ടേബിൾ സ്പൂൺ നിറയെ തന്നെ ശർക്കര പൊടിച്ചത് എടുത്തിട്ടുണ്ട്. ഇതിന് പകരം പഞ്ചസാര ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും ചേർക്കാവുന്നതാണ്. നമ്മളിതിലേക്ക് ശർക്കര ചേർക്കേണ്ടത് ആ പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കൂടുതൽ ശർക്കര വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ പിന്നീട് ചേർക്കാവുന്നതാണ്. കുറച്ച് പുളിയും മധുരവും എരിവും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ചട്നിയാണിത്. ഇനി ഇത് രണ്ടും കൂടി നല്ല രീതിക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് തിളച്ചു തുടങ്ങട്ടെ. ആദ്യം ഇതുപോലൊരു ഇംലി ചട്നി ഉണ്ടെങ്കിൽ നമുക്കിതുപോലൊരു ചാറ്റ് റെസിപ്പിക്ക് മാത്രമല്ല, സാൻഡ്വിച്ച് തയ്യാറാക്കുമ്പോൾ അതുപോലെ തന്നെ സലാഡ് തയ്യാറാക്കുമ്പോൾ ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഫ്രിഡ്ജിൽ നമുക്കിത് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതുമാണ്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാനായിട്ട്. ഇതിപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലെ തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. കൂടെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്. ഒരു പിഞ്ചളവിൽ മാത്രം ചുക്കുപൊടിയും കൂടി. കൂടെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് വീണ്ടും ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇംലി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഒരുമിച്ച് ഇതിലേക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മധുരത്തിനും പുളിക്കും ആവശ്യമായിട്ടുള്ള ചട്നി മാത്രം ചേർത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇതുപോലെ ഈ ഒരു അളവിലാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നീട് എക്സ്ട്രാ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇംലി ചട്നിയും ചേർത്ത് എല്ലാം കൂടി വീണ്ടും ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു രീതിക്ക് നന്നായിട്ട് ഞാനിതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് ഒന്ന് മാറ്റാവുന്നതാണ്. നമ്മുടെ ഈ മിക്സ് എല്ലാം ഞാനിപ്പോൾ ഒരു സെർവിങ് ബോളിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇതിന് മുകളിലായിട്ട് നമുക്ക് ചേർക്കേണ്ടത് തൈരാണ്. അധികം പുളിയില്ലാത്ത തൈര് വേണം കേട്ടോ എടുക്കേണ്ടത്. അതിൽ കട്ടയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരല്പം മല്ലിയില ചേർക്കാം. ഇതിന് മുകളിലായിട്ട് ഒരല്പം നീളത്തിൽ അരിഞ്ഞ സവാളയും കൂടി ചേർക്കുകയാണ്. വീണ്ടും ഇതിന് മുകളിലായിട്ട് കുറച്ച് തൈരും കൂടി ചേർക്കുകയാണ്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് പിന്നെ വേണ്ടതാണ് എന്തെങ്കിലും ഫ്രൈഡ് ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള കുറച്ച് ചിപ്സ് ചേർക്കാവുന്നതാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മുടെ സമോസ ഷീറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഓമപ്പൊടി ഇതിന് മുകളിലായിട്ട് വിതറി കൊടുക്കാവുന്നതാണ്. ഇത് രണ്ടും ഓപ്ഷനിലാണ്. ഇത് കഴിക്കുന്ന സമയത്ത് ഒരു അല്പം ക്രിസ്പിനെസ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിനുവേണ്ടി മാത്രമാണ് ഈ ഓമപ്പൊടി തയ്യാറാക്കുന്ന റെസിപ്പി ഞാൻ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് സമോസ ഷീറ്റ് ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് ചെറിയ ചെറിയ പീസാക്കിയിട്ട്. ഇതിന് മുകളിലായിട്ട് അല്പം ചേർക്കാം. നമ്മുടെ ദഹി ചെന്ന ചാറ്റ് ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതെന്ത് മാത്രം ടേസ്റ്റി ആയിട്ടുള്ളതാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല പുളിയും എരിവും മധുരവും ഒക്കെ ആയിട്ട്
സൂപ്പറായിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി എടുത്താൽ മതിയാകും. നമ്മുടെ ഈ ഫ്രൈഡ് ഐറ്റംസ് ഒന്ന് ഒഴിവാക്കാം. ഉറപ്പായിട്ടും നിങ്ങൾ ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിക്കുകയും വേണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര എളുപ്പത്തിലും രുചികരമായിട്ടാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഷാറ് വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.